ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ട് എനിക്ക് തോന്നിയത് സുരാജിനെയും ടൊവിനെയാണ്. കാരണം ഞാൻ എന്റെ കുഞ്ഞുനാള് മുതൽ സൂപ്പർ താരമായിട്ട് ഞാൻ കണ്ടു വളർന്ന മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് മമ്മൂക്കയുടെ ഇല്ലാണ്ടായി പോയി. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഉണ്ടാവണം എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞത് 99 അത് മമ്മൂക്കയുടെ പടമാണ്. അത് കഴിഞ്ഞിട്ട് നീ അഭിനയിച്ചാൽ ശരിയാവില്ലെന്നും നീ ഗതി പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി. 2010 നീ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞത് ബെസ്റ്റ് ആക്ടർ, അത് മമ്മൂക്കയുടെ ഒപ്പമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഇതിന്റെ ഇടയിലൊക്കെ മമ്മൂക്ക ഒരുപാട് റെക്കമെൻഡ് ചെയ്തിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടിയും എന്നുള്ളൊരു സിനിമ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു അതുവരെ. അതില് എനിക്ക് വേഷം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് സിനിമ കിട്ടിയില്ല. കാരണം ചെറിയ വേഷങ്ങള് ഇവനെ വിളിക്കണ്ട, അവൻ വലിയ വേഷം ചെയ്തു എന്ന് പറഞ്ഞു. വലിയൊരു കഥയാണ്. ചുമ്മാ പറഞ്ഞു ഫിനിഷ് ചെയ്യാനും പറ്റണില്ലത്. അങ്ങനെ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം എനിക്ക് ഒരു സിനിമ കിട്ടി. ഒരു ലോട്ടറി അടിച്ച പടമായിരുന്നു രാജാതി രാജ എന്നുള്ള സിനിമ. അങ്ങനെ പൊള്ളാച്ചിയിലൊരു വീട്ടില് ഷൂട്ട് നടക്കുന്ന സമയത്ത് പൂജ, ആദ്യത്തെ ദിവസത്തെ പൂജയ്ക്ക് പ്ലീസ് നമുക്ക് കൊടുത്തുള്ള ഇൻസ്പിറേഷൻസിനെ കുറിച്ചാണ് ജോലിയുടെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഇതുപോലെ നാണം അല്ല ഞാൻ അപ്പൊ മമ്മൂക്ക തന്നെ പൂജ ഒരു മിനിറ്റടാ. അപ്പൊ പൂജയ്ക്ക് തിരി കത്തിക്കാൻ നേരത്ത് ഞാനിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ മമ്മൂക്ക അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് തിരി കത്തിച്ചു. ഞാൻ ഇങ്ങനെ പോയിട്ട് തിരി കത്തിച്ചു. കാരണം ഞാൻ കരയായിരുന്നു. അന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്റെ കൂടെ വന്നവൻ കേട്ടത് ഇങ്ങനെയാണ്. അതായത് ഇവരെയൊക്കെ ഈ ഇത്രയും വലിയൊരു വേഷം അഭിനയിപ്പിക്കാമോ? ഇവനിപ്പോ അഭിനയിച്ച് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഇത് എന്റെ കൂട്ടുകാരൻ വന്ന് എന്നോട് പറഞ്ഞു, എടാ നീ ഇന്ന് അഭിനയിച്ച് ശരിയായാലും നിന്നെ പറഞ്ഞു വിടും, നീ നന്നായിട്ട് ചെയ്യണം. ഞാൻ ഇത് കേട്ട് കിളി പാറി എന്ത് ചെയ്യും? എന്റെ പ്രശ്നം ഇവിടുന്ന് എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ നാണക്കേട് ആലോചിച്ചിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നു. മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഒരു പ്രാവശ്യം ഡയലോഗ് പറഞ്ഞു, 2 പ്രാവശ്യം ഡയലോഗ്, 4 പ്രാവശ്യമായിട്ട് പരിപാടി പാളി. ഞാൻ ഈ ഡയലോഗ് തെറ്റുമ്പോൾ ഞാൻ ചുറ്റും നോക്കുകയാണ് എല്ലാവരുടെ മുഖത്ത്. ഇവരൊക്കെ നിന്നിട്ട് ഇതിനെ കൊണ്ട് ബലം നടക്കുമെന്നുള്ള ആ സമയത്ത് നമുക്ക് എന്റെ പുറത്ത് കൈ വെച്ചു. എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, നീ ആ ഡയലോഗ് ഒന്ന് നീട്ടി പറഞ്ഞടാ, എനിക്കത് പേടി. അപ്പൊ ഞാൻ എന്റെ അടുത്ത് മമ്മൂക്കയാണ് നിൽക്കുന്നത്. എന്നോട് പറയടാന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിങ്ങനെ വലിച്ചു പറയാന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. വന്നേ എന്നെ കൊണ്ടുപോയി ഡയലോഗ് പറയിപ്പിച്ചു. നമുക്ക് ഓർക്കൊന്നും ഉണ്ടാവില്ല എന്നെ പോലെ ഇതുപോലെ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പാലമായിരുന്നു അത്. ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇതൊരു വലിയൊരു ദിവസമാണ്.